എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജനാസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഈസിയായി ഒരു പച്ചടി റെഡിയാക്കിയാലോ? കുമ്പളങ്ങ ഉപയോഗിച്ച് സദ്യയിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ പച്ചടി റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ടേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കുഞ്ഞു കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. വളരെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വേണം ഈ പച്ചടി തയ്യാറാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സദ്യയിൽ വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു പച്ചടിയാണ് ഈ ഒരു കുമ്പളങ്ങ പച്ചടി. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇനിയൊരു പാൻ എടുക്കാം. പാനിലോട്ടേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റോളം നമുക്കിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. കുമ്പളങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ തേങ്ങയുടെ ഒരു അരപ്പ് റെഡിയാക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ചിരവിയിട്ടുള്ള 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് നമ്മുടെ മിക്സ് നമുക്ക് മാറ്റി വെക്കാം. 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ആ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ വെള്ളമൊക്കെ ഇതിൽ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ തേങ്ങയുടെ അരപ്പും നമ്മുടെ കുമ്പളങ്ങയും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതായത് നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ട് തന്നെ 1-2 മിനിറ്റോളം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ആ ഒരു തേങ്ങയുടെ ഒരു പച്ചക്കുത്തുണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് തേങ്ങ ചേർത്തിട്ട് തിളപ്പിക്കാൻ പറയുന്നത്. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ വീണ്ടും 1 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു കുമ്പളങ്ങ പച്ചടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്യൂർ വൈറ്റ് ആയിട്ടുണ്ടോ ഈ ഒരു പച്ചടി ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടേക്കും തൈരും എല്ലാം ആകുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടത് നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയിട്ടൊന്ന് താളിച്ചൊഴിക്കാം. സദ്യ സ്റ്റൈലിൽ കുമ്പളങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. പച്ചടിയിൽ വെച്ച് ഏറ്റവും സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ടേസ്റ്റി പച്ചടി കൂടിയാണിത്. ചോറിൻ്റെ കൂടെ വേറെ സൈഡ് ഡിഷിൻ്റെയൊന്നും ആവശ്യമില്ല. ഇത് മാത്രം മതിയാകും. 1-2 പേർ ഈ പച്ചടിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഫോട്ടോസൊക്കെ അയച്ചു തരാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.